ഇപ്പൊ ദേവിക ആൻഡ് വിജയ് മാധവ്, ഈ വിജയ് മാധവ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ആളാണെന്നാണ് തോന്നുന്നത്. പേരിൽ മാത്രമുള്ളൂ ഈ റൊമാൻസ്, അതേ ജീവിതത്തിൽ ഇദ്ദേഹം റൊമാൻറ്റിക് ആണോ? ഇതുവരെ അങ്ങനെ ആയിട്ടില്ല. നമുക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. വേറെ തലത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല. വീട്ടിലേ നമ്മൾ ഫോൺ ചെയ്യുമ്പം മാഷാണ് വിളിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും അച്ചോളും അവരൊക്കെ വരാന്ന് വെച്ചാൽ സംസാരിക്കും റൂമിൽ പോയി സംസാരിക്കും. ഞാൻ പറഞ്ഞാൽ വേണ്ടച്ചോളാം, ഞാൻ ഇവിടെ വീഡിയോ കോളാണ്, ഇവിടെ അടുക്കളയിലാണെങ്കിൽ ഇവിടെ വെച്ച് അല്ല സംസാരിക്കണ്ടേ, ഒറ്റയ്ക്ക് സംസാരിക്കും. വേണ്ട, ഞങ്ങൾക്ക് അതിന് മാത്രമൊന്നുമില്ല. ഇതൊക്കെ ആയിരിക്കില്ലേ, ആ ചോറ് കഴിച്ചോ ഇന്നെന്താ? അതൊന്നും കഴിക്കും. മാഷ ഭക്ഷണം വളരെ കുറവായിട്ടുള്ള ആളാണ്. അപ്പൊ കഴിച്ചോ എന്നുള്ള ചോദ്യം നമ്മളുടെ ഇടയിൽ ഇല്ല. പിന്നെ ഉറങ്ങാൻ പോവാണോ, വർക്ക് എങ്ങനെയാ, ഒന്നുമില്ല. എന്തോന്നാ നിങ്ങൾ ചോദിക്കുന്നത്? പിന്നെ ഫോൺ എന്തിനാ നിങ്ങൾ വിളിക്കുന്നത്? മാഷ് എന്നാണ് വിളിക്കുന്നത്. ഞാൻ പഴയ സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അങ്ങനെ മാഷേട്ടാ എന്നൊക്കെ ഭർത്താവിനെ വിളിക്കുന്നത്. ഞാൻ അങ്ങനെ എന്റെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിലോ അല്ലെങ്കിൽ ഞാൻ കണ്ട് അങ്ങനെ ഞാൻ ഇത് കേട്ടിട്ടില്ല. അതെന്തുകൊണ്ട്? എന്താണ് വിജയ് പഠിപ്പിച്ചത്? എന്താണ് പഠിപ്പിച്ചത്? പാട്ട് പഠിപ്പിച്ചു. ഇപ്പോഴല്ല, എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുന്നേ നമ്മളിങ്ങനെ പരിചയപ്പെട്ടത് ആ ഒരു ഫംഗ്ഷന്, ഒരു പാട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അന്ന് പുള്ളിക്കാരി വിളിച്ചു തുടങ്ങിയതാണ്. അതെന്ത് സംഭവിച്ചു? ഞാൻ സുദീപേട്ടന്റെ നമ്മൾ പരിണയം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. സുദീപേട്ടൻ ഒരു മ്യൂസിക് ആൽബം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ സുദീപേട്ടൻ വിളിച്ചു പാടണോ ദേവിക, ആഗ്രഹമുണ്ട് ചെന്നു. അപ്പൊ ഞാൻ ചെല്ലണത് അദ്ദേഹത്തിന്റെ മുന്നിലാണ്. അപ്പം പുള്ളി ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ എന്താ വിജയേട്ടാ വിളിക്കണത് മോശമല്ലേ, എങ്ങനെയാ മുഖത്തേക്ക് വിജയേട്ടാന്ന് വിളിക്കുക? ആണെങ്കിൽ ഭയങ്കര ദേഷ്യം അഹങ്കാരം. അപ്പൊ വേറൊരു നിവൃത്തിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, പാട്ട് പഠിപ്പിച്ചു തരുന്ന ആളല്ലേ, അപ്പൊ മാഷയെ വിളിക്കാം. നമ്മള് മാഷ വിളിച്ച് ശീലിച്ചു. ഇപ്പം എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ എല്ലാരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി മാഷേന്നൊന്നും വിളിക്കാൻ പാടില്ല, ഏട്ടാന്ന് വിളിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു മാഷെ ഏട്ടാന്ന് വിളിച്ചു നോക്കണം. വേണ്ട ദേവിക, മോശമാണ്, വേണ്ട അത് പറഞ്ഞു. വിജയ് ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗായകനായി മാറിയത്. അതിനുശേഷം ഇപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? കരിയറിൽ ഉണ്ടായ ചേഞ്ച് ആണെങ്കിലും അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? അന്നത്തെ വിജയ് മാധവും ഇന്നത്തെ വിജയും ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മൾ ഈ പ്രോഗ്രാമിൽ വരുന്നതിന് മുന്നേ ഒരു ഇതാണ്, ഒരു 2 ആഴ്ച ഗ്യാപ്പിൽ നമ്മൾ ലോക പ്രശസ്തിയായി മാറുക. അതും ചെറിയ പ്രായം, 18-19 വയസ്സിലാണ്. ആ സമയത്ത് അത് കുറച്ച് നമുക്ക് ഹെവി ആയിരുന്നു, നമ്മളെ തലയിലോട്ട് അത് കയറി വരാൻ സമയമെടുത്ത്. ബട്ട് ഇപ്പൊ എന്ന് പറയുമ്പോൾ നമ്മൾ റിയാലിറ്റിയിലാണ്, നമുക്ക് എല്ലാം അറിയാം, ഇത് ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഡെഫിനറ്റ്ലി ആ ഒരു മെച്യൂരിറ്റി ഒക്കെ വന്നിട്ടുണ്ട്. ഇത് വന്ന സമയത്തൊന്നും നമ്മൾ അങ്ങനെയൊന്നും അല്ല. ആരാധികമാർ ആ സമയത്ത് കുറെ കൂടുതലുണ്ടായിരുന്നല്ലേ? പിന്നെ പാട്ടുകാരനാണല്ലോ, ഇപ്പൊ ആര് പാടിയാലും പാട്ടുകാർക്ക് ഒരു പ്രത്യേക താല്പര്യം. അത് ശരി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ദേവിക്ക് മുന്നേ എത്ര പ്രണയങ്ങൾ ഉണ്ടായിരുന്നു ജീവിതത്തിൽ? എനിക്കങ്ങനെ പ്രണയങ്ങൾ, എന്റെ സ്വഭാവം വെച്ചിട്ട് പ്രണയം വർക്കൗട്ട് ആവില്ല. അപ്പൊ ആദ്യമായിട്ട് പ്രണയിച്ച കുട്ടിയാണോ ദേവിക നമ്പ്യാർ? ദേവിക നമ്പ്യാരുമായിട്ട് ഞാൻ പ്രണയം വർക്കായിട്ടില്ല. ഇനി വേണം പ്രണയിക്കാൻ. കാരണം നമ്മൾ വളരെ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ഒരു സംഭവത്തിൽ പെട്ടു. അങ്ങനെ വന്നപ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോ കൊള്ളാം, കുഴപ്പമില്ല, നമുക്ക് എന്നിട്ട് പോലും നമ്മൾ 3-4 മാസം എന്താണ് വേണോ വേണ്ടയോ എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു. കാരണം ഞാൻ പെട്ടെന്ന് ഇപ്പൊ കല്യാണം കഴിക്കൂ എന്നുള്ളൊരു മൈൻഡിൽ നിന്നാണ്. എനിക്കിപ്പോഴും ഞാൻ സെറ്റായി വരുന്നുള്ളൂ. കഴിക്കാൻ എപ്പോഴാണ് പിന്നെ തീരുമാനിച്ചത്? ആരാണ് അതിന്? നമ്മൾ എൻഗേജ്മെന്റിന് ഒരു 1-2 മാസം മുന്നെയാണ് തീരുമാനം എടുത്തത്. ആര് തീരുമാനിച്ചു? ദേവികയോ വിജയോ, അതെയോ ദേവികയുടെ വീട്ടുകാരോ? ദേവിക തന്നെയാണ് തീരുമാനം. ദേവിക എപ്പോഴെങ്കിലും പറഞ്ഞോ ശരി എന്തെങ്കിലും ആവട്ടെ മാഷെ നമുക്ക് അങ്ങ് കല്യാണം കഴിക്കാം എന്തെങ്കിലും? ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാം അവൾ അങ്ങനെ പറയൂ. എങ്ങനെയായിരുന്നു പറഞ്ഞത്? ഫോണിലൂടെയാണോ പറഞ്ഞത്, നേരിട്ടാണോ പറഞ്ഞത്? അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ? ഇത് പറഞ്ഞത് ഇത്രേ ഉള്ളൂ. അതായത് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇനി മാറാനൊന്നും പോകുന്നില്ല, സാധ്യത വളരെ കുറവാണ്. പിന്നെ നിങ്ങൾക്ക് ഓക്കെയാണ്, ഉറപ്പാണെന്ന് 100%. കാരണം ഇതിൽ വന്നിട്ട് പിന്നെ അങ്ങോട്ട് പറയണം. അപ്പം ഇതാണ് ഡീല്. പിന്നെ ഇതൊക്കെയാണ് നമ്മള്. ഓക്കെ ആണെങ്കിൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സെറ്റ്, ഇല്ലെങ്കിൽ എന്ത് പറഞ്ഞു? മാഷ ഇപ്പം നമ്മളിപ്പം 2-3 മാസമായിട്ട് ഇപ്പോൾ ഒരുമിച്ച് തന്നെയാണല്ലോ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത്. ഇപ്പം മാഷിന്റെ ഏകദേശം സ്വഭാവം എനിക്കും അറിയാം, എൻ്റെ സ്വഭാവം താങ്കൾക്കും അറിയാം. നമുക്ക് ആലോചിച്ച് നോക്കാം. പ്രശ്നം അല്ല, ആലോചിക്കലല്ല ദേവിക, നിങ്ങൾക്ക് പറ്റോ ഇല്ലയോ, നിങ്ങൾ 2 ദിവസം സമയം എടുത്തോ, നിങ്ങൾ തീരുമാനിച്ചിട്ട് പറയും. എനിക്ക് വേണ്ടെന്നാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പുള്ളി എപ്പോഴും അതേ പറയുള്ളൂ. എൻഗേജ്മെന്റിന്റെ 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ മാഷിനോട് വിളിച്ചു പറഞ്ഞത് ദേവിക അങ്ങോട്ട് കലങ്ങുന്നില്ല, നിങ്ങൾ ഓക്കെ അല്ലേ? കലക്കി മാഷ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്താ അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഡിസൈഡ് ചെയ്യാം, നമുക്കിപ്പോ എൻഗേജ്മെന്റേ കഴിഞ്ഞില്ല. മാഷ എൻഗേജ്മെന്റ് കഴിഞ്ഞില്ല, എല്ലാരും അറിഞ്ഞ ഫോട്ടോ ഒക്കെ അല്ല അത് കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞ് നമ്മൾ ബുദ്ധിമുട്ടുന്നതിനേക്കാൾ നല്ലതല്ലേ ഇപ്പൊ വെച്ചിട്ട് നിർത്തുന്നു. കാരണം ഇതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇത് പലർക്കും ഉള്ള എന്റെ ഉപദേശം എന്ന് പറയുന്നില്ല. ഡിസൈഡ് ചെയ്യുന്നതിന് മുന്നേ ചിന്തിക്കുക.
ചിന്തിച്ച് കഴിഞ്ഞിട്ട് പിന്നെ റിഗ്രറ്റ് ചെയ്യരുത്. പിന്നെ ഒരു 25 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഡിവോഴ്സ് വേണം, നിങ്ങളെല്ലാം ഈ സ്ഥിരം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഈ പ്രായമായ അത് വേണ്ടല്ലോ. 2 കാര്യമാണ് പുള്ളിക്കാരോട് എപ്പോഴും പറയുന്നത്, നമുക്ക് വേണ്ടത് രണ്ടും, ഒന്ന് ഹാപ്പിനെസ്, പിന്നൊന്ന് പീസ്ഫുൾ. ഇത് രണ്ടും ഇല്ലാതെ ഞാൻ എന്ത് പാട്ടുകാരനായിട്ടോ വലിയ കോടീശ്വരനായിട്ടോ ഒരു കാര്യമില്ല. കിടന്നാ അപ്പൊ ഉറങ്ങാൻ പറ്റണം. ഇത്ര പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഈ പറഞ്ഞ ലയം ഇച്ചിരി വ്യത്യാസമാണ്. പീസ്ഫുൾനെസ് അല്ലേ നമുക്ക് വേണ്ടത്. അതോടെ മാഷ് ദേവിക, നമുക്ക് വേണ്ടത് എന്താ? ഹാപ്പിനെസ്, പീസ്ഫുൾനെസ്. നിങ്ങൾ ഓക്കെ ആണോ പറ, അല്ലെങ്കിൽ വേണ്ട പോവാ. ഇതാണ് ഞാൻ പറയും മാഷെ, ആ ടോൺ ഒന്ന് മാറ്റോ. ഇപ്പൊ കുറച്ച് മാറിയിട്ടുണ്ട്. ഇപ്പൊ മാറി.